അത്യന്തം ദാരുണമായ ഒരു വാർത്ത പുറത്തുവരികയാണ്. തിരുവനന്തപുരം പേരൂർക്കടയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണ് അപകടമുണ്ടായിരിക്കുന്നു. വാഹനത്തിലുണ്ടായിരുന്ന യുവതിക്ക് ദാരുണാന്ത്യം എന്നുള്ള വാർത്തയാണ് വരുന്നത്. മരിച്ചത് തൊളിക്കോട് സ്വദേശി മോളിയാണ്. കൂടുതൽ വിവരങ്ങളുമായി അവിടെ നിന്നും VS അനുരാഗ് ചേരുന്നു. അനുരാഗ്, എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്? അവിടെ രക്ഷാപ്രവർത്തനം ഏത് രീതിയിലായിരുന്നു നടന്നത്? വിവരങ്ങൾ എന്താണ്? അല്പസമയം മുൻപാണ് ഒരു പ്രധാന റോഡിൽ തന്നെ മരം വീണ് ഒരു യുവതിക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. തൊളിക്കോട് ആറാംകല്ലിലാണ്, പേരൂർക്കട ആറാംകല്ലിലാണ് ഈ സംഭവം. ഭർത്താവുമൊത്ത് ഇവിടെ എത്തുകയായിരുന്നു. ഭക്ഷണം കഴിക്കാനായി കാറ് നിർത്തി ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്ത് ഈ വലിയ മരം, കൂറ്റൻ മരം തന്നെ കാറിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. ഇപ്പോൾ ദൃക്സാക്ഷി നമുക്കൊപ്പം ഉണ്ട്. ചേട്ടാ, എന്താണ് സംഭവിച്ചത്? ഞാൻ ഇവിടെ നിൽക്കുകയായിരുന്നു. നിന്ന സമയത്ത് മരം വിഴുന്ന ശബ്ദം കേട്ട് ഓടി വന്നപ്പോൾ അതിനകത്ത് നിന്ന് ഡ്രൈവറെ പിടിച്ചിറക്കി അവരിവിടെ നിന്ന് വിളിക്കുമായിരുന്നു. അവരെ ഒന്ന് കൈയിട്ട് വിളിച്ചപ്പോൾ അവർ ബോധം കിട്ടി വിടുന്നു. ഭയങ്കര വിളിയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ കയറി പിന്നെ അവർ വെട്ടത്തിൽ എടുത്തുകൊണ്ട് വന്ന് അവർക്ക് അവരെ വെട്ടിക്കൊണ്ടിരുന്നു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫയർഫോഴ്സ് വന്നു. ഫയർഫോഴ്സ് എത്തിയാണ് അവരെ പുറത്ത്? ഫയർഫോഴ്സും നാട്ടുകാരുമായിട്ട് ചേർന്ന് പുറത്തെടുത്തു. ഈ മരം കാലങ്ങളായി പഴക്കമുള്ളതാണോ? ഒരു 10-30 വർഷത്തിനകത്താവും. 30 വർഷത്തിനകത്ത് എല്ലാ സഹായത്തിനും ഈ പുള്ളി അങ്ങനെ ചെയ്തു. ഈ പറഞ്ഞതുപോലെ വലിയ കാലപ്പഴക്കമുള്ള മരം തന്നെയാണ്. മുറിച്ചു മാറ്റാനൊക്കെ ഏത് തരത്തിലാണ് ഈ നടപടികൾ, വൈകിയത് അടക്കമുള്ള കാര്യങ്ങൾ ചോദ്യമായുണ്ട്. എന്തായാലും അത്യന്തം ദാരുണമായ സംഭവം തന്നെയാണ്. ഇവർ യാത്ര കഴിഞ്ഞ് ഇവിടെ കാറ് പാർക്ക് ചെയ്ത ശേഷം ഭക്ഷണം കഴിക്കാനായി നിർത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ സമയമാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വലിയ കൂറ്റൻ മരം തന്നെയാണ്. ഈ കൂറ്റൻ മരമാണ് ഈ കാറിന് മുകളിലേക്ക് പതിച്ചത്. കാറ് പൂർണ്ണമായും തന്നെ തകരുകയും ചെയ്തു. ഫയർഫോഴ്സ് എത്തിയാണ് ഇവരെ പുറത്തേക്ക് എടുത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സമയം ഗുരുതരമായി തന്നെ യുവതിക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. തൊളിക്കോട് സ്വദേശി മോളിയാണ് മരിച്ചത്. അവരെ ആ സമയത്ത് ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്തു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ മരം മുറിച്ചു മാറ്റുന്ന നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ മരം തന്നെയാണ്, വലിയ കൂറ്റം മരം, 30 വർഷത്തോളം കാലപ്പഴക്കമുള്ള മരമെന്നാണ് ഇപ്പോൾ പ്രദേശവാസികൾ തന്നെ പറയുന്നത്. ഫയർഫോഴ്സ്, ഒരു യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി ഇപ്പോൾ മരം മുറിച്ചു മാറ്റുന്ന നടപടികളിലേക്ക് കടക്കുകയാണ്. വലിയ ആൾക്കൂട്ടം, ജനക്കൂട്ടം തന്നെ ഉണ്ട്. എന്തായാലും ദാരുണമായ സംഭവം നടക്കാൻ പാടില്ലാത്തതാണ്. പ്രധാന പാതയിൽ, സംസ്ഥാന പാതയിൽ തന്നെ ഇത്രയും കാലപ്പഴക്കമുള്ള ഒരു മരം അപകട ഭീഷണിയായി നിന്നിട്ട് എന്തുകൊണ്ട് അതിൽ നടപടിയെടുത്തില്ല, മുറിച്ചുമാറ്റം അടക്കമുള്ള നടപടിയെടുത്തില്ല എന്നടക്കമുള്ള ചോദ്യങ്ങൾക്ക് അധികാരികൾക്ക് മറുപടി പറയേണ്ടി വരും വരും മണിക്കൂറിൽ. എന്തായാലും ദാരുണമായ സംഭവം. പ്രധാനപ്പെട്ട ഒരു പാതയിൽ ഇത്തരത്തിൽ ഒരു കാറിന് മുകളിൽ ആൾക്കാർ ഏതായാലും സഞ്ചരിക്കുന്ന ആ സമയത്ത് കാറിന് മുകളിലേക്ക് മരം പതിച്ചു. ഒരു യുവതിക്ക് ദാരുണാന്ത്യം സംഭവിച്ചു എന്നുള്ളത് എന്തായാലും ഗൗരവതരമായ കാര്യം തന്നെയാണ്. അനുരാഗ്, എത്ര മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത്? ആ യുവതിക്കൊപ്പം അവരുടെ ഭർത്താവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പരിക്കുകൾ വല്ലതും പറ്റിയിട്ടുണ്ടോ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും അവർ പരിക്കേറ്റു. പ്രദേശവാസികൾ വലിയ ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിക്കുന്നത്. ഈ സമീപ സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള അപകട ഭീഷണിയുള്ള മരങ്ങൾ ഉണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇനി അടുത്ത ഏണിക്കൽ സംഭവിക്കും. അടുത്ത സംഭവിക്കാം IG ഓഫീസിൻ്റെ ഒരു മരം നിൽപ്പുണ്ട്. IG ഓഫീസിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് ഒരു താന്നി മരം നിൽപ്പുണ്ട്. ആ റോഡിലേക്ക് വളഞ്ഞാണ് കിടക്കുന്നത് ആ മരം. ഞാൻ കളക്ടർക്ക് പരാതി കൊടുത്താൽ ആ മരം അപകടത്തിലാണ്. ഇന്നേവരെയും അത് മുറിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടില്ല. ഇങ്ങനെ പലയിടത്തും പല മരങ്ങൾ നിൽപ്പുണ്ട്. പിന്നെ അഴിക്കോട് ഒരു പൊടിയനി നിൽപ്പുണ്ട്, അതും അപകടത്തിലാണ്. അതൊക്കെ മുറിച്ചു മാറ്റാന്നുള്ളതേ ഉള്ളൂ. ഇത് ഓരോരുത്തരുടെ ജീവൻ എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ സംരക്ഷിച്ച് ചേർത്തുന്നത്. മരം കൊണ്ട് ഒരു ഉപയോഗവുമില്ല നാട്ടുകാർക്ക്. ഇത് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് കണ്ണു തുറന്നു എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് ഒരു അപകടം ഉണ്ടാക്കാത്ത രീതിയിൽ ഈ സൈഡിൽ കിടക്കുന്ന എല്ലാ മരങ്ങളും മുറിച്ച് മാറ്റണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ഒരു അഭ്യർത്ഥന. തീർച്ചയായും അധികാരികളുടെ ഈ ഒരു നിസ്സംഗത കാരണം തിരുവനന്തപുരത്ത് പൊലിയുന്ന രണ്ടാമത്തെ ജീവനാണ്. കഴിഞ്ഞ ദിവസം ആമഴഞ്ച തോടിൽ സംഭവിച്ച കാര്യം നമുക്ക് അറിയാം. അത് പരസ്പരം പഴിചാരുമ്പോഴും അധികാരികളുടെ, ഉത്തരവാദിത്തപ്പെട്ട അധികാരികളുടെ വീഴ്ച തന്നെയാണ് അവിടെ ജീവൻ നഷ്ടപ്പെട്ടത്. അതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ പേരൂർക്കടയിൽ ഒരു ജീവൻ നഷ്ടമാകുന്നത് എന്നുള്ളത് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത് പോലെ. പലയിടങ്ങളിലും കാലപ്പഴക്കമുള്ള അപകട ഭീഷണി ഉയർത്തിക്കൊണ്ട് പല മരങ്ങളും നിൽക്കുന്നുമുണ്ട്. അവർ പല രീതിയിലും ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. അധികാരികൾക്ക്, കളക്ടർക്കുൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. ഈ മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്, ജനങ്ങളുടെ ജീവന് ഭീഷണിയാണ്, മുറിച്ചു മാറ്റണമെന്ന തരത്തിൽ പലതരത്തിൽ പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ പ്രദേശവാസികൾ ആരോപിക്കുന്നത്. ജീവൻ നഷ്ടമാകുമ്പോൾ മാത്രം കണ്ണു തുറന്നാൽ മരമായിരുന്നു ഇതെന്ന് പറഞ്ഞു. അത് ഒടിഞ്ഞു വീഴുകയായിരുന്നോ ചെയ്തത്, അതോ മൂടോടെ പിഴുതു വീഴുകയാണോ ചെയ്തത്? എന്താണ് സംഭവിച്ചത്? എന്താണ് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാകുന്നത്? എന്താണത്?
ഉൾപ്രദേശത്തോടാണ് ഈ മരം നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണെങ്കിൽ വേരോടെ പിഴുത് വീണതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള മരങ്ങൾ ഈ പ്രദേശത്ത് നിരവധി ഉണ്ട് എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. പലതരത്തിൽ പരാതി ഉന്നയിക്കുന്നു, പക്ഷേ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അപകടമുണ്ടാകുമ്പോൾ മാത്രം ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ കണ്ണു തുറന്നാൽ മതിയോ എന്നുള്ള ചോദ്യം കൂടിയാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കണ്ടതുപോലെ തന്നെ തിരുവനന്തപുരം പേരൂർക്കടയിലാണ് കാറിന് മുകളിലേക്ക് മരം കടപുഴകി വീണ് ഒരു യുവതിക്ക് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത്. തൊളിക്കോട് സ്വദേശി മോളിയാണ് മരിച്ചത്. ഇവരെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. തൊളിക്കോട് ആണ് സ്വദേശം, മോളി എന്നാണ് പേര് എന്ന് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഇവരെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി യുവതിയെ പെട്ടെന്ന് പുറത്തേക്ക് എടുത്തിരുന്നു, പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുതര പരിക്കാണ് മോളിക്ക് സംഭവിച്ചത്. അവിടെ ഈ മരം കാറിലേക്ക് വീണതോടെ കടപുഴകി വീഴുകയായിരുന്നു. ആറാങ്കല്ലിൽ തിരുവനന്തപുരം പേരൂർക്കട സംസ്ഥാന പാതയാണ്, അവിടെ പ്രധാന പാതയാണ്. അവിടെയാണ് ഈ മരം ഇപ്പോൾ കടപുഴകി അവിടെ കാറിന് മുകളിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അനുരാഗ് തുടരുകയാണ്. അനുരാഗ്, സാധാരണ ഈ നമ്മൾ കാണാറുള്ളതാണ് നഗരപ്രദേശങ്ങളിലൊക്കെ മഴക്കാലമാകുമ്പോൾ അപകടകരമായ ചില്ലകൾ വെട്ടിമാറ്റുന്നത്, അപകടകരമായ നിലയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുന്നതൊക്കെ ഒരു സ്ഥിരം സംഭവമാണ്. അങ്ങനത്തെ ഒരു മുൻകരുതൽ നടപടികൾ ഇത്തവണ ഉണ്ടായില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? അതാണോ നേരത്തെ സൂചിപ്പിച്ചത് അനുരാഗ് അവിടെ നിന്ന്? അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ മഴക്കാലമാകുമ്പോൾ തന്നെ പലതരത്തിലുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഇത്തരത്തിൽ കാലപ്പഴക്കമുള്ള മരങ്ങൾ, അപകട ഭീഷണിയാകുന്ന മരങ്ങൾ മുറിച്ചുമാറ്റും. ചില്ലകൾ മുറിച്ചു മാറ്റിയാൽ മതിയെങ്കിൽ ആ തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. അതിലെന്തായാലും കൃത്യമായ മറുപടി അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അടിയന്തര നടപടി തന്നെ സ്വീകരിക്കണമെന്ന കാര്യം തന്നെയാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വലിയ കാലപ്പഴക്കമുള്ള മരമാണ്, വേരോടെയാണ് പിഴുത് വീണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മരങ്ങൾ ഈ പ്രദേശ സ്ഥലങ്ങളിൽ കൂടുതൽ ഉണ്ട് എന്ന കാര്യം കൂടി അവർ പറയുന്നു. അതിൽ പ്രധാനമായും അവർ പറയുന്നത് ഈ പരാതികൾ നിരവധി തവണ കളക്ടർക്കുൾപ്പെടെ, ജില്ലയുടെ ചുമതലയുള്ള കളക്ടർക്കുൾപ്പെടെ നൽകിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ഈ നിസ്സംഗത തുടർന്നു എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തലസ്ഥാനത്തെ ഈ അധികാരികളുടെ ഒരു നിസ്സംഗതയിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ മരണമാണ്, അതും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ എന്നുള്ളതാണ് ഗൗരവതരമായ സംഭവം. ആമേഴഞ്ചാൻ തോടിൽ സമാനമായി അധികാരികൾ പലതവണ ഇത്തരത്തിൽ പരാതികൾ നൽകുന്നു, ഈ മാലിന്യം മാറ്റണം എന്നുള്ള പരാതി നൽകുന്നു. പക്ഷേ അത് ഉണ്ടായില്ല. അതിന് പിന്നാലെ ഒരു ജീവൻ പൊലിയുന്നു. ഇപ്പോൾ ഈ മരങ്ങളുടെ കാര്യത്തിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ വീടുകളിലേക്ക് മുകളിലേക്കും കടകളുടെ മുകളിലേക്കും ഒക്കെയും ഇത്തരത്തിൽ അപകട ഭീഷണി മുഴക്കി നിൽക്കുന്നത് നിരവധി മരങ്ങളാണ്. പക്ഷേ അതിൽ പരാതി ഉണ്ടായിട്ടും പരിഹാരം കാണുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ജനങ്ങളുടെ ജീവന് എത്രത്തോളം വില ഈ അധികാരികൾ കൽപ്പിക്കുന്നു എന്ന ചോദ്യത്തിന് കൂടി ഉത്തരം അറിയേണ്ടതുണ്ട്. എന്നാലും നമുക്ക് കാണുന്നത് പോലെ തന്നെ അവിടെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. എത്ര മണിയോടുകൂടിയായിരുന്നു അപകടം അവിടെ സംഭവിച്ചത്? എത്ര നേരം കൊണ്ട് അവിടെ ഒരു രക്ഷാപ്രവർത്തനത്തിന് എത്താൻ ഫയർഫോഴ്സിന് സാധിച്ചിരുന്നു? എന്താണ് അതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിലാണ് ഈ ഒരു അപകടമുണ്ടായത്. ജനങ്ങൾ പറയുന്നതനുസരിച്ച് 15 മിനിറ്റിനുള്ളിൽ ഫയർഫോഴ്സ് എത്തിയെന്ന് പറയുന്നു. പക്ഷേ ഈ കൂറ്റൻ മരം ഈ ചെറിയ കാറിന് മുകളിൽ വീണ ഉടൻ തന്നെ കാറ് പൂർണ്ണമായും തകരുകയായിരുന്നു. ആരെക്കൊണ്ടും ഈ പ്രദേശവാസികളെ കൊണ്ട് അവരെ പുറത്തെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. ഫയർഫോഴ്സ് എത്തി ഈ കാർ പൊളിച്ചാണ് ഇവരെ പുറത്തേക്ക് എടുത്തത്. അപകടമുണ്ടായി 15 മിനിറ്റിനകത്ത് തന്നെ ഇവരെ പുറത്തേക്ക് എത്തിക്കാനായി. ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. പക്ഷേ ഈ മരം വീണ ആഘാതത്തിൽ അവർക്ക് മരണം സംഭവിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ ആ കാര്യം. എന്തായാലും രക്ഷാപ്രവർത്തനമൊക്കെ കൃത്യമായി നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഫയർഫോഴ്സ് കൃത്യമായ ഇടപെടൽ, നാട്ടുകാരും കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അപകടം ഉണ്ടായത്, ആ ആഘാതം വലിയ മരമായത് കൊണ്ട് തന്നെ ഈ വലിയ ഗുരുതര പരിക്ക് തന്നെയാണ് ഇവർക്ക് പറ്റിയത് എന്നുള്ളത് തന്നെയാണ്. തിരുവനന്തപുരം പേരൂർക്കടയിലാണ് കാറിന് മുകളിലേക്ക് മരം വീണ് വലിയ അപകടം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാർ പൂർണ്ണമായും തകർന്നു. അതിനകത്തുണ്ടായിരുന്ന യുവതിക്ക്
ദാരുണാന്ത്യം സംഭവിച്ചു. മരിച്ചത് തൊളിക്കോട് സ്വദേശി മോളിയാണ്. ഇവരെ ഫയർഫോഴ്സ് ഉടൻ തന്നെ എത്തി കാറിന് പൊളിച്ചാണ് അതിനകത്ത് നിന്നും മോളിയെ പുറത്തേക്കെടുത്തത്. ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആ മരം അവിടെ കടപുഴകി വീഴുകയായിരുന്നു. തിരുവനന്തപുരം ആറാംകല്ലിലാണ് ഈ സംഭവം ഉണ്ടായത്. സംസ്ഥാന പാതയിലാണ് ഈ സംഭവം ഉണ്ടായത്. അനുരാഗ് തുടരുന്നുണ്ട്. അനുരാഗ്, അവിടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണോ ഇപ്പോൾ? എന്താണ് ഗതാഗത നിയന്ത്രണം അവിടെ ഉണ്ടോ? എന്താണ് വിവരങ്ങൾ? അപകടമുണ്ടായ സമയത്ത് തന്നെ ഗതാഗതം മാറ്റി വഴിതിരിച്ച് വിട്ടിരിക്കുകയാണ്. വാഹനങ്ങൾ വഴിതിരിച്ച് വിട്ടിരിക്കുകയാണ്. ഇവിടെ വാഹനങ്ങൾ കടന്നു പോകാത്ത സ്ഥിതിയാണ് ഉള്ളത്. വാഹനം കൃത്യമായി പോലീസ് ഇടപെട്ട് വാഹനം വഴി തിരിച്ചു വിട്ടിട്ടുണ്ട്. വലിയ മരമാണ്, റോഡിന് കുറുകെയാണ് ഈ മരം വീണത്. ഈ മരത്തിൻ്റെ ചുവട്ടിലായിരുന്നു വാഹനം പാർക്ക് ചെയ്തിട്ടിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പൂർണ്ണമായും തന്നെ വാഹനം തകർന്നിട്ടുണ്ട്. അദ്ദേഹം പുറത്തായിരുന്നു, ഈ വാഹനത്തിലൊപ്പം ഉണ്ടായിരുന്ന ആൾ പുറത്തായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ യുവതി മാത്രമായിരുന്നു ഈ കാറിനുള്ളിൽ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഈ കാറിന് മുകളിലേക്ക് മരം കടപുഴകി വീഴുകയായിരുന്നു. വലിയ നിലവിളി കേട്ടാണ് നാട്ടുകാർ ഇവിടേക്ക് ഓടി എത്തിയത് എന്ന് പറയുന്നു. ഓടിയെത്തിയ ഉടൻ തന്നെ ഇവർ വാഹനം തുറന്ന് ഇവരെ പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ ഈ വലിയ മരവും വലിയ ചില്ലകളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരെ പുറത്തേക്ക് എടുക്കാൻ സാധിച്ചില്ല. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ നാട്ടുകാർ അറിയിക്കുകയും ചെയ്തു. 15 മിനിറ്റിനുള്ളിൽ തന്നെ ഫയർഫോഴ്സ് ഇവിടെ ഓടിയെത്തുക ചെയ്തു. അതിനുശേഷം ഈ മരത്തിന്റെ ചില്ലകൾ മുറിച്ചു മാറ്റിക്കൊണ്ട് വാഹനം പൊളിച്ചാണ് ഇവരെ പുറത്തേക്കെടുത്തത്. തൽക്ഷണം തന്നെ ആംബുലൻസിൽ ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. അവിടെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ അല്പസമയം മുൻപ് അവർ മരണത്തിന് കീഴടങ്ങിയെന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. തൊളിക്കോട് സ്വദേശി മോളി 42 വയസ്സെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഒപ്പമുണ്ടായിരുന്ന ആൾ ഇവിടെ കൂടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. എന്തായാലും ഇപ്പോൾ ഇവിടെ മരം മുറിച്ചു മാറ്റുന്ന നടപടികളിലാണ് ഫയർഫോഴ്സ് ഉള്ളത്. വാഹനം തൊട്ടടുത്ത സ്ഥലത്തേക്ക് മാറ്റിയിട്ടുമുണ്ട്. വലിയ ജനക്കൂട്ടം തന്നെ ഇവിടെ ഉണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രദേശത്ത് നാട്ടുകാർ വളരെ ക്ഷുഭിതരാണ്. കാരണം പലതവണ ഇവർ അധികാരികൾക്ക് പരാതി നൽകിയതാണ്. ഇത്തരം മരങ്ങൾ മുറിച്ചു മാറ്റണം, അത് ജീവന് ഭീഷണി ഉണ്ടാകുന്നതാണ് എന്ന പലതരത്തിൽ പരാതി പലയിടങ്ങളിൽ പല പരാതികൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു നടപടിയോ ആരും തിരിഞ്ഞു നോക്കാൻ പോലും ഉണ്ടായിരുന്നില്ല. നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മഴക്കാലമാകുമ്പോൾ അപകട ഭീഷണിയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റും, അല്ലെങ്കിൽ ചില്ലകൾ മുറിച്ചാൽ മതിയെങ്കിൽ ആ തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നു. അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള സംസ്ഥാന പാതക്കരികിൽ നിൽക്കുന്ന ജീവന് ഭീഷണി ഉണ്ടാകുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന, കാൽനടയായും വാഹനങ്ങളിലൂടെയും യാത്ര ചെയ്യുന്ന ഈ ഒരു റോഡിന് വശത്തുണ്ടായിരുന്ന ഇത്രയും കാലപ്പഴക്കമുള്ള മരം, അതിൽ എന്തുകൊണ്ട് അധികാരികൾ നടപടിയെടുത്തില്ല എന്ന ചോദ്യത്തിന് ഉത്തരം എന്തായാലും അവർക്ക് തന്നേ മതിയാകൂ എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു അപകടത്തിൽ ഇത് അവസാനിക്കുമോ എന്ന ആശങ്ക കൂടി ജനങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. കാരണം ഈ പ്രദേശത്ത് തന്നെ നിരവധി മരങ്ങളാണ് ഇത്തരത്തിൽ ഉള്ളത് എന്നാണ് ജനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും അപകടം ഉണ്ടാകുമോ, ആരെങ്കിലും ജീവന് ഇനിയും ഹാനി ഉണ്ടാകുമോ എന്ന ആശങ്ക കൂടി ജനങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അത്തരം ഒരു ആശങ്കയാണ് അവിടെ നാട്ടുകാർ നമ്മളോട് അല്പസമയം മുമ്പ് പങ്കുവച്ചത്. അത്തരത്തിൽ രോഷാകുലരാണ് നാട്ടുകാർ. പലതവണ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. അവർ സമാനമായ മരങ്ങളുടെ കാര്യം, ഇത്തരത്തിൽ കാലപ്പഴക്കമുള്ള മരങ്ങളുടെ കാര്യം തൊട്ടടുത്ത ജംഗ്ഷനുകളിലുമൊക്കെ അത്തരത്തിൽ ഉണ്ട് എന്നത് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പലതവണ പരാതി നൽകിയവർ ആ സംഭവ സ്ഥലത്ത് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരാണ് അല്പസമയം മുമ്പ് വളരെ വൈകാരികമായി നമ്മളോട് പ്രതികരിച്ചത്. ഈ ഓരോ ജീവൻ പൊലിയുമ്പോൾ മാത്രമാണ് ഇക്കാര്യങ്ങളിൽ നടപടി ഉണ്ടാകുന്നത്. മനുഷ്യരുടെ ജീവൻ അപകടത്തിലാകുമ്പോൾ മാത്രമാണ് അധികാരികൾ കണ്ണു തുറക്കുന്നത് എന്ന മട്ടിലുള്ള പ്രതികരണങ്ങൾ അവിടെ നിന്ന് അല്പസമയം മുമ്പ് വന്നിരുന്നു നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന്. ഏതായാലും തിരുവനന്തപുരം പേരൂർക്കടയിലാണ് ഇപ്പോൾ ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. കാറിന് മുകളിലേക്ക് മരം വീണ് കാർ പൂർണ്ണമായും തകർന്ന് കാറിനകത്തുണ്ടായിരുന്ന സ്ത്രീക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. മരിച്ചത് തൊളിക്കോട് സ്വദേശി മോളിയാണ്. ഇവർക്ക് 42 വയസ്സാണ്. കാർ വെട്ടിപ്പൊളിച്ചാണ് മോളിയെ പുറത്തേക്കെടുത്തത്. ഇവരെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൂടെയുള്ള ആൾക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഭക്ഷണം കഴിക്കാനായി ഈ മരത്തിന് ചോട്ടിൽ വണ്ടി നിർത്തുമ്പോഴായിരുന്നു ആ ഒരു സംഭവം ഉണ്ടായത്. അത്യന്തം ദാരുണമായ ഈ സംഭവം ഉണ്ടായത്. മരം കടപുഴകി ഈ കാറിന് മുകളിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് അവിടെ നിന്നും അനുരാഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ആ സംസ്ഥാന പാതയാണ്, ആറാംകല്ലിലാണ് ഈ പേരൂർക്കട നെടുമങ്ങാട് പാതയാണിത്. അവിടെ പ്രധാന പാതയാണ്, സംസ്ഥാന പാതയാണ്. അവിടെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും
നിരവധി പേർ സഞ്ചരിക്കുന്ന ഒരു പാത, അവിടെയാണ് ഈ തരത്തിൽ മരം കടപുഴകി വീണിരിക്കുന്നത്. സമാനമായ സ്ഥിതിയിലുള്ള മരങ്ങൾ തൊട്ടടുത്ത ജംഗ്ഷനുകളിലുമൊക്കെ ഉണ്ട് എന്നാണ് നാട്ടുകാർ ഇപ്പോൾ അവിടെ നിന്നും പരാതിപ്പെടുന്നത്. പലതവണ അവർ ഈ പരാതികൾ അധികാരികൾക്ക് മുന്നിൽ എത്തിച്ചു എന്നുള്ള കാര്യവും വളരെ വൈകാരികമായി അവിടെ നിന്നും പറഞ്ഞിട്ടുണ്ട്. അനുരാഗ് തുടരുന്നുണ്ട്. അനുരാഗ്, എന്താണ് അവിടെ മരം മുറിച്ചു മാറ്റുവാനുള്ള നടപടികൾ അടക്കമുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് പുരോഗതി? എന്താണ് അവിടെ ആരെങ്കിലും ജനപ്രതിനിധികൾ അടക്കമുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ടോ? ആരൊക്കെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അവിടെ? ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, ഈ അപകടം ഉണ്ടായ കാറ് നമുക്ക് കാണാം, പൂർണ്ണമായി തകർന്നിരിക്കുകയാണ്. നമുക്ക് പറയുകയാണെങ്കിൽ എല്ലാ രീതിയിലും പൂർണ്ണമായി തകർന്ന കാർ. ഈ കാറ് കാണുമ്പോൾ തന്നെ അവർക്ക് ഏത് രീതിയിലായിരിക്കും പരിക്കേറ്റിട്ടുണ്ടാകുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അവരെ തക്ഷണം തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ഇപ്പോൾ മരിച്ചു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഫയർഫോഴ്സും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ രീതിയിൽ നാട്ടുകാർ തടിച്ചു കൂടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കൃത്യമായ ഇടപെടൽ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. പക്ഷേ കൃത്യമായി ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചെങ്കിലും മരണം ഉണ്ടായി എന്നുള്ളതാണ്. കുറച്ച് മെഷീനൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ തടി കട്ട് ചെയ്ത് രണ്ട് കടയല്ല, രണ്ട് ചായക്കടയുണ്ട്, മലക്കറി കടയുണ്ട്. ഇന്നെന്തോ ആ കടകളൊന്നും തുറന്നില്ല. തിരുവനന്തപുരം പേരൂർക്കടയിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ആറാംകല്ലിൽ കാറിന് മുകളിലേക്ക് മരം വീണ് കാറിലുണ്ടായിരുന്ന സ്ത്രീ മരിച്ചു. ഗുരുതരമായ പരിക്കുകളോടെ ഇവരെ കാർ വെട്ടിപ്പൊളിച്ച് പുറത്തേക്ക് എടുത്തെങ്കിലും ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അനുരാഗ് തുടരുന്നുണ്ട്. അനുരാഗ്, ഈ കാറിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ആ അപകടത്തിൻ്റെ വ്യാപ്തി ബോധ്യമാകും. കൂടെ ഉണ്ടായിരുന്ന ആളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണിപ്പോൾ? എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാറിന്റെ ദൃശ്യം കാണുമ്പോൾ തന്നെ ഏത് തരത്തിലാണ് അപകടം ഉണ്ടായതെന്ന കാര്യം നമുക്ക് വ്യക്തമാകും. ഏത് തരത്തിലാണ് അവർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാവുകയും ചെയ്യും. എന്തായാലും ഈ പ്രദേശത്തെ സഞ്ചാരം എങ്ങനെയാണ്, ആളുകളുടെ തിരക്ക് എങ്ങനെയാണ് നടക്കമുള്ള കാര്യങ്ങൾ പ്രദേശവാസികളിൽ നിന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ സ്ഥലത്തിന്റെ ഒരു ആ സമയമായതുകൊണ്ട് ഇത്തിരി തിരക്കുള്ള സമയം തന്നെയായിരുന്നു. വൈകിട്ട് സമയമായതുകൊണ്ട് ഇത്തിരി തിരക്കുള്ള സമയം തന്നെയായിരുന്നു. പക്ഷേ ഈ വണ്ടി അവിടെ പാർക്ക് ചെയ്തിരുന്ന വണ്ടിയായിരുന്നു. ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവർ അകത്തിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ വണ്ടി ഓടിച്ച് വന്ന ഡ്രൈവ് ചെയ്തുന്ന ആൾ പുറത്ത് ഭക്ഷണം അടുത്ത് ഓർഡർ ചെയ്ത ഭക്ഷണം എടുക്കാൻ പോയത് കൊണ്ടാണ് പുള്ളി രക്ഷപ്പെട്ടത്. ഇല്ല, പുള്ളിയുടെ ആ സൈഡാണ് ഏറ്റവും കൂടുതൽ ഒരു കവരം വന്ന് ഇടിച്ച് നിന്നത്. പിന്നെ ആ രക്ഷപ്പെട്ട പയ്യൻ പറഞ്ഞു വണ്ടിക്കകത്ത് ആളുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളിതിൻ്റെ പുറത്തുകൂടെ കയറി നോക്കിയപ്പോഴാണ് സൈഡിൽ ആളിരിക്കുന്നു. ഒരു രീതിയിലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ആ ഒരു കവരം ഇവരെ നേരെ തലയ്ക്ക് മുകളിലായിട്ട് കവരം വന്ന് ഇരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ ഉടനെ തന്നെ കുറേ കട്ടറുകൾ, തടി കട്ട് ചെയ്യുന്ന കട്ടറുകൾ ഒപ്പിച്ച് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ കുറേ കട്ട് ചെയ്ത് മാറ്റി. ഇതിനിടയിൽ ഫയർഫോഴ്സും കൂടെ എത്തി അവർ കട്ട് ചെയ്ത് മാറ്റി. പവർ കട്ടറൊക്കെ കൊണ്ടുവന്ന് ഷീറ്റുമൊക്കെ കട്ട് ചെയ്തു എടുത്തെങ്കിലും ഇവിടെ വെച്ച് എടുക്കുമ്പോഴേ അവസ്ഥ വളരെ മോശമായിരുന്നു. കടപുഴകി വീണതാണോ അല്ലെങ്കിൽ അത് മൂട് കണ്ടനൊക്കെ പുഴുത് അതായത് ഒടിഞ്ഞു വീണതല്ല, മൂടോടുകൂടി പുഴുത് വീണത് തന്നെയാണ്. ഈ മരത്തിനെ സംബന്ധിച്ച് പല നാട്ടുകാരും പരാതി പറയുന്നത് കണ്ടു. ഇത്തരത്തിലുള്ള മരങ്ങൾ, കാലപ്പഴക്കം വന്ന മരങ്ങൾ ഇവിടെ ഒരുപാടുണ്ട്. ഇത് വലിയ കാലപ്പഴക്കം എന്നുള്ളതല്ലോ, കൂടിപ്പോയ ഒരു 30 വർഷത്തിനകത്ത് വരെയുള്ളൂ. എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ജനിച്ചതിന് ശേഷം വച്ച് വളർന്നു വന്നതാണ്. പക്ഷേ ഇത് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന മരമാണ്. അങ്ങനെ ഒരു ചരിഞ്ഞിരിക്കുക ഒരു അപകടാവസ്ഥയിൽ നിന്ന മരമൊന്നുമല്ല. ഇത് ആൽമരം. പക്ഷേ ഈ ആൽമരത്തിന് പൊതുവെ വേരിനൊക്കെ വില കുറവാണ്. ഇവിടെയും അപ്പുറത്തെ ജംഗ്ഷനിലൊക്കെ അടുത്തിടെ 2 എണ്ണം വീണു. അത് അതിൻ്റെ ആ മരത്തിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം വീണ് പോയതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ വൈകുന്നേര സമയത്തൊക്കെ ഇത്തിരി കാറ്റുകൊള്ളാനൊക്കെ ഇടയ്ക്ക് വന്നിരിക്കുന്ന ഇതിൻ്റെ മൂട്ടിൽ വന്നിരിക്കുന്നതാണ്. സമയം കിട്ടുമ്പോഴൊക്കെ ഇത്തിരി കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് വൈകിട്ട് സമയത്തൊക്കെ അതിൻ്റെ മൂട്ടിൽ വന്നിരിക്കുന്നതാണ്. ഇഷ്ടം പോലെ വണ്ടികൾ വരും. ഹോട്ടൽ, ഒരു മലക്കറി കടയുണ്ട് ഇവിടെ.
ആ മലക്കറിക്കടയിൽ സാധനം വാങ്ങിയിട്ട് ഒരുപാട് 2 വീലറും കാറുകളും അതിൻ്റെ താഴെ കൊണ്ടിടുന്നതാണ്. ഇന്ന് അവധി ദിവസമായതുകൊണ്ട് ആ മലക്കറിക്കട തുറന്നില്ല. മലക്കറിക്കടയും തുറന്നില്ല. ഇപ്പുറത്തുള്ളൊരു മറ്റേ കുടുംബശ്രീയുടെ ഒരു ചായക്കടയുണ്ട്, അതും തുറന്നില്ല ഇന്ന്. പക്ഷെ അത് രണ്ടും കൂടെ തുറന്നിരുന്നുവെങ്കിൽ ഇതിൻ്റെ അവസ്ഥ വളരെ ഭീകരമായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ആൾ ബിദിര ഡിപ്പോയിലുള്ള ഒരു ഡ്രൈവറാണ്, രാജേഷ് എന്നാണ് പേട, ആർനാടുകാരനാണ്. പുള്ളിക്ക് തോളിന് പ്രശ്നമുണ്ട്. പുള്ളി ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ ആശുപത്രിയിലോട്ട് പോയിട്ടുണ്ട്. പുള്ളി കുറച്ച് നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഫയർഫോഴ്സൊക്കെ അവർ വിളിച്ച് ഒരു സമയത്തിനുള്ളിലെത്തി. അവർ നന്നായിട്ട്, ഫയർഫോഴ്സും പോലീസും അവരുടെ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ നല്ല ജോലിയുണ്ട് മുറിച്ച് മാറ്റണമെങ്കിൽ. എന്തായാലും ദൃക്സാക്ഷികൾ പറയുന്നത് പോലെ തന്നെ ഇന്ന് അവധി ദിവസമായതുകൊണ്ട് മാത്രമാണ് അപകടം ഇത്തരത്തിൽ ഒരാളിൽ മാത്രം ഒതുങ്ങിയത് എന്നുള്ളത് തന്നെയാണ്. കാരണം നിരവധി കടകൾ ഈ മരത്തിന് പ്രദേശത്ത് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ പച്ചക്കറി കടയുണ്ട്, മറ്റ് തട്ടുകടകളുണ്ട്. നിരവധി ആളുകൾ രാത്രി സമയത്ത് ജോലി കഴിഞ്ഞൊക്കെയും ഈ കടകളിലെത്തി സാധനങ്ങൾ വാങ്ങിയ ശേഷമാണ് വീടുകളിലേക്ക് പോകാറുള്ളത് സാധാരണ ദിവസങ്ങളിൽ. പക്ഷേ ഇന്ന് അവധി ദിവസമായതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ അപകടത്തിൻ്റെ ഒരു വ്യാപ്തി കുറഞ്ഞത്. പക്ഷേ എന്നിരുന്നാൽ പോലും നിസ്സാരമാക്കി പറയാൻ കഴിയില്ല. ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത്. ഒപ്പമുണ്ടായിരുന്ന ആൾക്ക് തോളിന് പരിക്കുണ്ട് എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. ഇയാളെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, കാറ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അവരെ ആദ്യഘട്ടത്തിൽ പുറത്തെടുക്കാൻ പോലും കഴിഞ്ഞില്ല. കാരണം ഈ വലിയ ശിഖരങ്ങളും ഈ ആൽമരത്തിൻ്റെ തടിയും ഈ കാറിന് മുകളിൽ പതിഞ്ഞു കിടക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ചെറിയ രീതിയിൽ ഉള്ള കട്ടറുകൾ ഉപയോഗിച്ചൊക്കെയും മരം മുറിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും പൂർണ്ണമായി ഇവരെ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് 15 മിനിറ്റിനുള്ളിൽ തന്നെ ഫയർഫോഴ്സ് ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തു. ഫയർഫോഴ്സ് എത്തിയാണ് ഇവരെ പുറത്തേക്കെടുത്തത്. കാറ് പൊളിച്ച് പുറത്തേക്കെടുത്തു. അപ്പോൾ തന്നെയും ആംബുലൻസ് എത്തി ഇവരെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്തു. പക്ഷേ ജീവൻ നഷ്ടമായി എന്നുള്ളത് തന്നെയാണ്. തൊളിക്കോട് സ്വദേശി മോളിക്കാണ് ജീവൻ നഷ്ടമായത്. എന്തായാലും ഈ അവധി ദിവസമായതുകൊണ്ട് ഇത്തരത്തിൽ അപകടം കൂടുതൽ പേരിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്. എന്തായാലും ഇത്തരത്തിലുള്ള മരങ്ങൾ കൃത്യമായി നടപടി സ്വീകരിക്കണമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ അപകടം എന്നുള്ള കാര്യമാണ്. കാരണം പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള കാലപ്പഴക്കമുള്ള മരങ്ങളുണ്ട്, അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങളുണ്ട്. എല്ലായിടങ്ങളിലും ഏത് സംഭവം ഉണ്ടായാലും അപകടമുണ്ടായാൽ മാത്രം കണ്ണു തുറന്നാൽ പോരാ എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഏറ്റവും അവസാനമുണ്ടായ ഈ അപകടം എന്നതാണ് നൽകുന്ന ഒരു സന്ദേശം. തിരുവനന്തപുരം പേരൂർക്കടയിലാണ് കാറിന് മുകളിലേക്ക് മരം വീണ് കാറിലുണ്ടായിരുന്ന സ്ത്രീ മരിച്ചത്. അത്യന്തം ദാരുണമായ സംഭവം. ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ് ഈ ഒരു അപകടം ഉണ്ടായത്. ഉടൻ തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ആ സ്ത്രീയെ പുറത്തെടുക്കാനുള്ള നടപടികൾ തുടങ്ങി. തൊളിക്കോട് സ്വദേശി മോളിക്കാണ് ഈ ദാരുണാന്ത്യം ഉണ്ടായത്. 42 വയസ്സായിരുന്നു. ഡ്രൈവർ സീറ്റിൽ ഉണ്ടായിരുന്ന ആൾ ഭക്ഷണം വാങ്ങാനായി പുറത്തിറങ്ങിയതുകൊണ്ട് മാത്രമാണ് തലനാരിഴയ്ക്ക് ജീവൻ രക്ഷപ്പെട്ടത്. ഇന്ന് അവധി ദിവസമായതിനാൽ തന്നെ വലിയ ദുരന്തം തന്നെ ഒഴിവായി എന്ന് വേണം മനസ്സിലാക്കാൻ. അതല്ലെങ്കിൽ അവിടെ നിറയെ ആളുകൾ വരികയും കച്ചവടമടക്കം വലിയ തോതിൽ നടക്കുകയും ചെയ്യുന്ന ഒരിടമാണ്. പക്ഷേ ഇന്ന് അത്തരത്തിൽ അധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഏതായാലും കാറിന് മുകളിലേക്ക് മരം കടപുഴകി വീഴുകയായിരുന്നു. തിരുവനന്തപുരം പേരൂർക്കടയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പേരൂർക്കട നെടുമങ്ങാട് റൂട്ടിൽ 6-ാം കല്ലിൽ സംസ്ഥാന പാതയിലാണിപ്പോൾ ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്.